പലപ്പോഴും പല കേസിൻ്റെ വിധികളും വരുമ്പോഴും നമ്മൾ താടിക്ക് കൈവച്ച് പോകാറുണ്ട്. ഇതെന്ത് സംഭവിച്ചു, ഇവിടെ ഒരു അനീതി നടന്നല്ലോ എന്ന്. പലപ്പോഴും പലതും അനീതിയായി നമ്മൾ കാണുന്നു പല കേസുകളിലും. അത് നമുക്കറിയാം, ഉന്നതന്മാരായ ആളുകൾ ചിലപ്പോൾ അവർ പിടിക്കപ്പെടലും അവർ ശിക്ഷിക്കപ്പെടലും വളരെ കുറവാണ്. അതേപോലെ ഇവിടെ മാത്രമല്ല, നമ്മുടെ അയൽപക്കത്തുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ പലപ്പോഴും പല അനീതിക്കും ഇരയാകാറുണ്ട്. അപ്പോഴും ഒരു മതമില്ല എന്ന് പറയുന്നവൻ പോലും, ഒരു ഭൗതികവാദി പോലും മനസ്സാ വാച അവർ പറയുന്നൊരു വാചകമുണ്ട്, ഒരു നീതി ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. പലപ്പോഴും അനീതി ഇവിടെ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതേപോലെ പല ആളുകളും സമ്പന്നരാണിവിടെ, പലരും ദരിദ്രരാണ് ഇവിടെ. അതേപോലെ പലരും സമ്പാദിക്കുന്നത് വളരെ ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റാത്ത, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത മാർഗത്തിലൂടെ സമ്പാദിക്കുന്ന ആളുകളുണ്ട്. പല കേസുകളിലും ഇവിടെ നമുക്കറിയാം, അച്ചാറിലൂടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളിലൂടെ, ഭക്ഷണ സാധനങ്ങളിലൂടെ തൻ്റെ കൂട്ടുകാരിയെ ചതിച്ച് പലതും എയർപോർട്ടുകളിലൂടെ കടത്താൻ ശ്രമിക്കുമ്പോൾ അതിലൂടെ പിടിക്കപ്പെടുമ്പോൾ ഒന്നും അറിയാത്ത ഒരു വ്യക്തി അനീതിക്ക് അവിടെ ഇരയാവുകയാണ്, അവിടെ പ്രതിയാകപ്പെടുകയാണ്, അവിടെ പിടിക്കപ്പെടുകയാണ്. അങ്ങനെ പല കേസുകൾ നമ്മൾ കാണാറും കേൾക്കാറും വായിക്കാറും മനസ്സിലാക്കാറും ഒക്കെ ഉണ്ട്. അതേപോലെ ഒരുപാട് കുട്ടികൾ ജനിച്ചു വീഴുന്നത് വളരെ സുഖമില്ലാത്ത രീതിയിലാണ്. ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കരായ കുട്ടികൾ നമ്മൾ കാണുമ്പോൾ, നമ്മൾ നോക്കുന്ന സമയത്ത് അവർ ഭയങ്കര അസുഖത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ്. അതുപോലെ വികലാംഗരായ ആളുകൾ, നമ്മൾ എന്ത് പേരിൽ പറഞ്ഞാലും അംഗവൈകല്യമുള്ള ആളുകൾ എന്ന് നമുക്ക് പറയാം. അങ്ങനെയുള്ള ആളുകളുണ്ട് ഇവിടെ ലോകത്ത്. അങ്ങനെ പല തരത്തിലും നമ്മൾ നോക്കുന്ന സമയത്ത് പല രീതിയിൽ അനീതി. അതുപോലെ വലിയ ആളുകൾ തെറ്റ് ചെയ്താൽ, അതുപോലെ ചെറിയ ആളുകൾ തെറ്റ് ചെയ്താൽ, ചെറിയൊരു തെറ്റ് ചെയ്താൽ പോലും പിടിക്കുകയും കർശനമായി മർദ്ദിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും, ചില ആളുകൾ നമ്മൾ കൊലപ്പെടുന്ന സീനുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. ആൾക്കൂട്ടത്തിൽ അടിച്ച് ഒരുപാട് ആളുകൾ അടിച്ച് അതെന്തോ ചെറിയ തെറ്റ് ചെയ്തതിന് പേരിൽ, ബന്നു മോഷ്ടിച്ചതിൻ്റെ പേരിലൊക്കെ അടിച്ച് കൊന്ന ചരിത്രം നമ്മൾ വായിക്കാറുണ്ട് പലപ്പോഴും. അപ്പോൾ പല രീതിയിലും ഇങ്ങനെയുള്ള അനീതികൾ ഈ ലോകത്തുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മൾ എത്ര കണ്ട് ഇല്ല എന്ന് പറഞ്ഞാലും ഉണ്ട് ഇവിടെ ഒരു അനീതി. പക്ഷേ നീതിയുടെ ലോകം വേണ്ടേ? ഒരു ഭാഗത്ത് പട്ടിണി കിടക്കുന്നവർ, ഒരു ഭാഗത്ത് സ്വർണ്ണപാത്രത്തിൽ ഉണ്ണുകയും സ്വർണം ധരിക്കുകയും ഇഷ്ടം പോലെ സ്വർണ്ണക്കട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒരു ഭാഗത്ത് അങ്ങേയറ്റത്തെ ദാരിദ്ര്യം, പട്ടിണി. ഏതുവരെ എന്നറിയുമോ? ഒരു വേസ്റ്റിൽ നിന്നൊക്കെ ഭക്ഷണം എടുത്ത് കഴിക്കുന്നൊരവസ്ഥ പല സ്ഥലത്തും, പല ടൗണുകളിലും, പല സിറ്റികളിലും, പല അങ്ങാടികളിലും നമ്മൾ കാണാറുണ്ട്. വളരെ അല്ലെങ്കിൽ യാചകരായ ആളുകൾ, ഒരുപാട് ആളുകൾ നമ്മൾ കാണാറുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇല്ലാത്ത ആളുകൾ. അതുപോലെ ഇപ്പോൾ ഫലസ്തീൻ പോലുള്ള രാജ്യത്ത് അല്ലെങ്കിൽ ഇങ്ങനെ പീഡനങ്ങൾ സഹിക്കുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ, ഈ ചുറ്റുപാടൊക്കെ നോക്കുമ്പോൾ ഇവിടെയൊക്കെ അനീതിയുണ്ട്. പക്ഷേ നീതിയുടെ ലോകം ആവശ്യമുണ്ടെന്നത് വിളിച്ചറിയിക്കുകയാണത് ഇവിടെ നടക്കുന്നെങ്കിൽ. ഇവിടെ പൂർണ്ണമായി നീതി ഒരാൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നീതിയുടെ ലോകം വരാനുണ്ട് എന്നതിലേക്കുള്ള ഒരു ഉൾക്കാഴ്ചയാണ് ഇവിടെ നമുക്ക് നൽകുന്നത് ഈ രംഗങ്ങളൊക്കെ. അപ്പോൾ ഒരു നീതിയുടെ ലോകം വരാനുണ്ട്, തീർച്ചയാണത്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഇത് വെളിച്ചം ചൂണ്ടുന്നു എന്നാണ് ഞാൻ